ശബരിമല മിൽമ നെയ് അഴിമതി കേസിൽ SIT പട്ടിക സർക്കാർ ഹൈക്കോടതിക്ക് കൈമാറി. വിജിലൻസിലെ 5 ഇൻസ്പെക്ടർമാർ അന്വേഷണ സംഘത്തിൽ ഉണ്ട്. SIT തലവൻ ആരെന്ന് ഹൈക്കോടതി തീരുമാനിക്കും. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, എന്താണ് മറ്റു വിശദാംശങ്ങൾ? അഭിലാഷ്, നിലവിൽ ശബരിമലയിലെ അന്വേഷണ സംഘത്തിന്റെ വിവരങ്ങളാണ് സർക്കാർ ഹൈക്കോടതിക്ക് കൈമാറിയിരിക്കുന്നത്. വിജിലൻസിലെ 5 ഇൻസ്പെക്ടർമാർ അന്വേഷണ സംഘത്തിലുണ്ട്. മേൽനോട്ട ചുമതലയ്ക്ക് 3 പേരുടെ പട്ടിക കൈമാറിയിട്ടുണ്ട്. SP-മാരായ ജുവനപ്പടി മഹേഷ്, MJ സോജൻ, R ബിനു എന്നിവരാണ്. SIT തലവൻ ആരെന്ന് കോടതി തീരുമാനിക്കും. വിജിലൻസ് മേധാവി മനോജ് എബ്രഹാമാണ് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പട്ടിക നൽകിയിട്ടുള്ളത്. ഇന്ന് തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട മിൽമ നെയ്യുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേടിൽ കോടതി ഇടപെടൽ ഉണ്ടായിട്ടുള്ളതും 10 ദിവസത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അടിയന്തരമായി SITയുടെ തലവനായ SIT അന്വേഷണ സംഘത്തിന്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരുന്നു. അതുമാത്രമല്ല, ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി എന്താണെന്ന് വ്യക്തമാക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള നീക്കം അടിയന്തരമായി വേണമെന്ന് തന്നെ കോടതി ആവശ്യപ്പെട്ടിരുന്ന സാഹചര്യത്തിലാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നെയ്ത്തേങ്ങയിൽ നിന്നും ശേഖരിക്കുന്ന നെയ്യ് ശേഖരിച്ച് പിന്നീട് മിൽമയ്ക്ക് കൈമാറുന്ന പ്രക്രിയയിലാണ് അഴിമതി നടന്നിട്ടുള്ളത് എന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കേസുകൾ, അതുപോലെ BNS വകുപ്പുകൾ പ്രകാരമുള്ള കേസുകൾ എടുക്കാനുള്ള സാഹചര്യമുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരുന്നതാണ്. ആ ഒരു സാഹചര്യത്തിൽ അന്വേഷണ സംഘത്തിന്റെ ഈ പുരോഗതി എന്തായിട്ടുണ്ട്, അന്വേഷണത്തിന്റെ പുരോഗതി എന്തായിട്ടുണ്ട്, അന്വേഷണ സംഘത്തിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, ആരൊക്കെയാണ് ഈ അന്വേഷണ സംഘത്തിലുള്ളത് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു കോടതി ചോദിച്ചിരുന്നത്. തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ വിജിലൻസ് മേധാവി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇൻസ്പെക്ടർമാരുടെ ഡീറ്റെയിൽസ്, അതായത് SITയുള്ള 5 ഇൻസ്പെക്ടർമാരുടെ വിശദാംശങ്ങൾ കോടതിക്ക് കൈമാറിയിട്ടുള്ളത്. പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ളത് 5 ഇൻസ്പെക്ടർമാരാണ്. മേൽനോട്ടം വഹിക്കുന്നതിനായി 3 SP-മാരുടെ പേരും കോടതിയിൽ നൽകിയിട്ടുണ്ടെന്നും കോടതിയിൽ സർക്കാർ കൈമാറിയിട്ടുള്ള വിവരങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അഭിലാഷ്, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.